ഗുഡ് ഈവനിങ് ഓൾ. വിംബിൾ അക്കാഡമിയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഫ്രീ വെബിനാറിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് റിനി. ഞാൻ വിംബിൾ അക്കാഡമിയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു 2 മാസത്തിന് മുന്നേ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വളരെ ഭയത്തോടും വിറയലോടും സമീപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 2 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുവാനിടയായിട്ടുണ്ട്. ഈ ഒരു 2 മാസത്തിന് മുന്നേ വളരെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടിയോട് പോലും ഇംഗ്ലീഷിൽ ഉറച്ച് സംസാരിക്കാൻ വളരെ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിംബിൾ അക്കാഡമിയുടെ ഈ ഒരു 2 മന്ത് കോഴ്സിനെ പറ്റി അറിയുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ നമുക്ക് ഇതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ നമുക്ക് ട്രെയിനറായിട്ട് വരുന്നത് സന്ധ്യ മാം ആണ്. സന്ധ്യ മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം ഭയങ്കര എഫേർട്ട് ഇട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു മാമാണ് സന്ധ്യ മാം എന്ന് പറയുന്നത്. മാം ഓരോ ദിവസവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കും. നമുക്ക് ക്ലാസ് ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉഴപ്പി വരുമ്പോഴത്തേക്ക് മാം ഇങ്ങനെ നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളും. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ അയച്ചിട്ട് മാം ഇങ്ങനെ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അതൊരു ഭാഗ്യമാണ്. ഈ ഒരു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ട്രെയിനറെ കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യമാണ്. നമുക്ക് ഈ ഒരു 2 മന്ത് ക്ലാസ്സിൽ നമുക്ക് ബേസിക് ഗ്രാമർ നമുക്ക് മാം എടുത്തു തരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. നമ്മളെ ലെവലിലോട്ട് മാം ഇറങ്ങി വന്നിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഈ ബേസിക് ഗ്രാമർ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ വളരെ അത്യാവശ്യമാണോ എന്നിങ്ങനെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. എന്തായാലും ആ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഒരു ബേസിക് ഗ്രാമർ നമ്മൾ അറിയുമ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് മാം ഒരുപാട് ലെങ്തി സെന്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വോയിസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാം പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു 15-20 വട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു വോയിസ് ഒക്കെ അയക്കുന്നത്. അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ നാവ് അതിനോട് ആ ഒരു ലാംഗ്വേജിനോട് ഒത്തിരി വഴങ്ങും. നമുക്ക് ആ ഒരു ഈ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹെസിറ്റേഷൻ അങ്ങ് മാറി കിട്ടുവാൻ ആ ഒരു ലെങ്തി സെന്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്ക് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ടോപ്പിക് പ്രസന്റേഷൻ ആണ്. നമ്മളിപ്പോ ഒരു ഗ്രാമറൊക്കെ ഏകദേശം ഒന്ന് പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടും. നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാമിന് അയച്ചു കൊടുക്കും. അപ്പൊ മാം അത് എത്ര സമയമില്ലെങ്കിൽ പോലും അത് നമുക്ക് കറക്റ്റ് ചെയ്ത് അതിനുള്ള ഓരോ മിസ്റ്റേക്കും നമുക്കിങ്ങനെ പറഞ്ഞു തരും. പിന്നെ നമ്മളെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാം ഓരോ ടാസ്കുകളും തരും. അപ്പൊ ഈ ഒരു 2 മാസത്തെ കോഴ്സ് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ആ ഒരു ഇംഗ്ലീഷിന്റെ വേർഡിൽ തന്നെ ആയിരിക്കും നമ്മൾ. അങ്ങനെ നമുക്ക് ഈ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ സംസാരിക്കുമ്പോൾ അത് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ ആയാലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ വെറുതെ എങ്കിലും ഫോൺ വിളിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞ് 2 മാസത്തെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സിൽ നമുക്ക് ഒരു 1 അവർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബേസിക് ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ ഗ്രാമറിന്റെ അറിവും ആ ഒരു ബേസും വെച്ചിട്ട് നമുക്ക് എന്തായാലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ട്. ഇനി നമുക്ക് ആ ഇന്റർമീഡിയറ്റ് കോഴ്സ് കൂടി ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഇംഗ്ലീഷിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ആ ഒരു റിസൾട്ട് കിട്ടും. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളും എല്ലാവരും ഈ ഒരു കോഴ്സിലോട്ട് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്ത് മാം പറയുന്നത് പോലെ സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ റിസൾട്ട് ഉണ്ടാവും. എന്തായാലും ഈ ഒരു ക്ലാസ്സിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സന്ധ്യ മാമിനെ വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി മാമിനെയും ഈ ഫ്രീ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു റിനി. താങ്ക് യു റിനി മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ, വിശേഷിച്ചും സൈക്കോളജി റിലേറ്റഡ് കോഴ്സുകളൊക്കെയാണ് നമ്മൾ ആദ്യ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കോഴ്സുകളും വെബിനാറുകളൊക്കെ സംഘടിപ്പിച്ച സമയത്ത് മലയാളത്തിലല്ലാതെ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്ന ആളുകൾ ഇപ്പൊ കൂടി വരികയാണ്. കുറെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് കേരള നമുക്ക് ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ പ്രൊവൈഡ് ചെയ്യോ, തെറാപ്പിയുടെ ക്ലാസ് ആയി കഴിഞ്ഞാലും കൗൺസിലിങ്ങിന്റെ ക്ലാസ്സുകൾ ആയി കഴിഞ്ഞാലും ഒക്കെ അങ്ങനെയുള്ള എൻക്വയറീസ് നമുക്ക് കൂടിയപ്പോഴാണ് ഞാൻ പല ഫാക്കൽറ്റീനോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കില്ല, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് അതിന്റെ ഒരു എത്രയോ ഇരട്ടി ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഒരു വലിയ സാധ്യതയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ വിംബിൾ ഫാമിലിയിൽ നിന്ന് വിംബിൾ കോഴ്സുകൾ എടുത്ത നമ്മളുടെ ഇടയിൽ ഉള്ള ആളുകളെ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടിയും ഫ്ലുവൻ്റ് ആക്കി വെബിനാറുകളൊക്കെ എടുക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ആലോചിച്ചുകൂടാ എന്ന ചിന്ത വരുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു പ്രശ്നമുണ്ട്, ഫീയുടെ ഒരു വിഷയം. കാരണം വിംബിളിൽ നമ്മൾ കോഴ്സുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അഫോർഡബിൾ ആയിട്ട് ആളുകൾക്ക് പിന്നെ പറ്റാവുന്ന താങ്ങാവുന്ന ഒരു ഫീ മേടിച്ച് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ഫാക്കൽറ്റീനെ കൂടി നമുക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ സന്ധ്യ മാമിനെ ബന്ധപ്പെടുന്നത്, സന്ധ്യ മാമിനായി കണക്ട് ആവുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു. മാമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കമ്മിറ്റഡ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ അതിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 2 മാസത്തിന് 2000 രൂപയാണ്. 2 മാസത്തിന് 2000 രൂപ. അത് വിംബിൾ ഫാമിലി അല്ലെങ്കിൽ വിംബിൾ അലൂമിനി എന്ന് പറയുമ്പോൾ 1500 രൂപ, അങ്ങനെയാണ് അത് വരുന്നത്. അതായത് 1500 രൂപക്ക് 2 മാസത്തെ ക്ലാസ്, അതും എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ 1 മണിക്കൂർ വീതം ക്ലാസ് ഉള്ള 2 മാസത്തെ കോഴ്സ്. ഏകദേശം അങ്ങനെ വരുമ്പോൾ ഒരു 40 ക്ലാസ് കിട്ടും. ആഴ്ചയിൽ 5 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ 20 ക്ലാസ്. 40 ക്ലാസ്സിന് 1500 രൂപ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അത്രയും കമ്മിറ്റഡ് ആയിട്ട് മനോഹരമായിട്ട് മാം ആ ഒരു കാര്യം ചെയ്തു പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആണെങ്കിൽ ഏത് ലാംഗ്വേജ് ആയി കഴിഞ്ഞാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് അതിന് ഒരു ഫെൽറ്റ് നീഡ്, നമുക്കൊരു ആവശ്യം അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിംബിൾ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷും അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ആക്സെന്റുകളും ഒക്കെ പഠിച്ച് ഇംഗ്ലീഷിൽ വെബിനാറുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ചില പ്രിപ്പറേഷൻസും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും ഒക്കെയാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സന്ധ്യ മാം എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അടുത്ത നമ്മളുടെ ബാച്ച് ഇതുമായി ബന്ധപ്പെട്ട 1ാമത്തെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ ഒരു ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ബാച്ച് നമ്മൾ അതിന് 2ാമത്തെ ബാച്ച് ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഫീ എന്ന് പറയുന്നത് 2000 രൂപയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം 1500 രൂപ മാത്രമാണ് അതിനൊരു ഫീ വരുന്നത്. 10 പേര് മാത്രമായിരിക്കും ഒരു ബാച്ചിൽ ഉണ്ടാവുക. ആ രൂപത്തിലായിരിക്കും നമ്മുടെ കോഴ്സുകൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു വെബിനാറിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മാമിന് ഈ ഒരു വേദി മാറിക്കൊടുക്കുന്നു. സന്ധ്യ മാം, ഓവർ ടു യു. Thank you, sir. Thank you so much, Faisal sir. Thank you so much, Sandhya ma'am. Thank you. And thank you, Rini. So, yeah. ആദ്യം തന്നെ ഈ ഒരു പ്രീ വെബിനാറിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഓഡിയബിൾ ആണല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ?
യെസ് മാം. യെസ് മാം. Yeah, thank you. So, ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് അല്ലെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് ബ്രേക്ക് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ് അല്ലെ. സോ ഈ ഒരു ടോപ്പിക് ഇന്ന് എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 month ബേസിക് കോഴ്സിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മളൊരു കോഴ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ, അത് എന്ത് കോഴ്സോ ആയിക്കോട്ടെ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് ആയിക്കോട്ടെ, വേറെ എന്ത് കാര്യം, പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ ഒരു 2 year ആയിട്ടുണ്ടാവും ഞാൻ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ, ഓക്കെ, അപ്പോൾ ആ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലേക്ക് അവർ എൻട്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ എൻക്വയറിക്ക് അവർ വിളിക്കുമ്പോൾ, അപ്പം തൊട്ടിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാരെയും നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പെരുമാറ്റത്തുനിന്ന് ആണല്ലോ. സോ അങ്ങനെ അവർ വിളിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക. കാരണം ഈ ഒരു ലാംഗ്വേജ് അറിയാത്തതിൻ്റെ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടേണ്ട ഒരു സാഹചര്യം, ഇതെല്ലാം മിസ് ഔട്ട് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു വേവലാതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ, ആൻസൈറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാൾ ഒരു ക്ലാസ്സിന്റെ എൻക്വയറിക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ അവര് ഫീ ഒക്കെ പേ ചെയ്ത് ക്ലാസ്സിലേക്ക് എൻ്റർ ആവും അല്ലേ. ക്ലാസ്സിൽ എൻ്റർ ആയി ആ ഒരു 1 week, 2 week, ഒരു 3 week ഈ ഒരു എക്സൈറ്റ്മെന്റും ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറേശ്ശെ കാണാനായിട്ട് സാധിക്കും, പതുക്കെ അതങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഒബ്വിയസ്ലി എന്താണ്, നമ്മൾ അങ്ങോട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ടാസ്കുകൾ നിങ്ങൾ ഇടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാത്തത് എന്നുള്ള രീതിയിലുള്ള നമ്മൾ അങ്ങോട്ട് ചോദിക്കും അല്ലെ. നമ്മൾ അവരൊരു ഫീസ് തന്നിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ അത് ചോദിക്കുമ്പോൾ അവർക്ക് എക്സ്ക്യൂസസ് പറയാനുണ്ടാവും. ഓക്കെ, അതാണ് വില്ലൻ. അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക്കും അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഒരു കംഫർട്ട് സോണിലേക്ക്, നമ്മൾ ശീലിച്ച് വന്ന ഒരു കംഫർട്ട് സോണിലേക്ക് മാറുന്നതിന്റെ ലക്ഷണമാണ് ഈ ഒരു എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് ഒരു വാളാണ്. നിങ്ങളെ കംഫർട്ട് സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വാളാണ്. അത് നിങ്ങളെ ഒരിക്കലും വളരാനോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാനോ ഉപകരിക്കുന്ന ഒന്നല്ല ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന് മുമ്പ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞത് എന്ന്? അപ്പോ നമ്മൾ ഈ എക്സ്ക്യൂസ് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഞാൻ ഈ കംഫർട്ട് സോണിലേക്ക് പോകുന്നതിന്റെ സൂചനയാണോ ഞാൻ ഈ എക്സ്ക്യൂസ് പറയുന്നത്, അതോ എനിക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ടാണോ ഞാൻ എക്സ്ക്യൂസ് പറയുന്നത് എന്ന് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ തന്നെ ഒന്ന് മാറി നിന്ന് ഒന്ന് നോക്കിയാൽ മതി ആണോ എന്നുള്ളത്. കാരണം ആ കംഫർട്ട് സോണ് ഒരിക്കലും നമ്മളെ വളരാൻ അനുവദിക്കില്ല. അതൊരു വില്ലനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് എന്താണ്? ഈ കംഫർട്ട് സോണിലേക്ക് വീണ്ടും നമ്മൾ വരാനുള്ള കാരണം എന്താണ്? നമ്മൾ അൺകംഫർട്ടബിൾ ആവുമ്പോഴാണ് അല്ലെ. അപ്പൊ ആ അൺകംഫർട്ടബിൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടാവുന്നത് ഒരു ഫിയർ ആണ് അല്ലെ. എപ്പോഴും സംഭവിക്കുന്നത്, വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, റൈറ്റ്? അപ്പൊ നമുക്ക് പരിചയമല്ലാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും? ഒരു ഫിയർ ഉണ്ടാവും, ഒരു ആങ്സൈറ്റി നമുക്ക് ഉണ്ടാവും. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്, അതിന്റെ അർത്ഥം എന്താണ്? യു ആർ ഗ്രോയിങ്, നിങ്ങൾ വളരുകയാണ്. ഇറ്റ്സ് സൈൻ ഓഫ് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അതായത് ഞാൻ കംഫർട്ട് അല്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവിടെ എനിക്ക് എന്തുണ്ട്? എനിക്ക് എന്തോ ഒരു ഫിയർ ഉണ്ട്. ആ ഫിയറിനെ ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്,
ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസിൽ ഞാൻ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് അതെനിക്ക് ഫെമിലിയർ ആവുന്നതും എനിക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതും എനിക്കത് കംഫർട്ട് സോൺ ആയിട്ട് മാറുന്നതും അപ്പോഴാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ അൺകംഫർട്ടബിളിനെ സ്നേഹിച്ചു തുടങ്ങുക? അതിന് നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിനെ ദിവസേന ചെയ്യുക എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ ടാസ്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ടാസ്കുകൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അത് ചെയ്യുക. നമ്മളൊരു 2 month കോഴ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ത്? നമ്മൾ സ്വയം പ്രോമിസ് ചെയ്യുക നമ്മളോട് തന്നെ, ഈ ഒരു 2 month ഞാൻ എങ്ങനെയും ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള ഒരു പ്രോമിസ്. ഓക്കെ, അപ്പൊ ഈ എക്സ്ക്യൂസസ് പറയാന്നുള്ളത് ഒരു ശീലമാക്കരുത്. അതൊരു കംഫർട്ട് സോൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഫൈസൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഫോർഡബിൾ ഫീ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, ഞങ്ങള് പുറത്ത് അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ വിംബിൾ അക്കാഡമിയിലെ എല്ലാ കോഴ്സസും അങ്ങനെയാണ്. ഞാൻ വിംബിൾ അക്കാഡമിയിൽ ഒരുപാട് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ്, എന്നാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള നോളജ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതാണ് വിംബിൾ അക്കാഡമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കുറഞ്ഞ ഫീസിന്റെ ഒരു അതങ്ങനെ കുറഞ്ഞ ഫീസായിട്ട് വെക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരിലേക്കും ഇത് എത്തണം. ഒരു ഫീന്റെ പേരിൽ ആരും ഇത് എടുക്കാതിരിക്കരുത്. അതാണ് ഈ ഫീ കുറയ്ക്കുന്നതിന്റെ കാരണം, എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളതാണ്. ബട്ട് ഇവിടെ സംഭവിക്കുന്നത് ചില സമയത്ത് പോവുകയാണെങ്കിൽ ഒരു 1500 അത്രയല്ലേ ഉള്ളൂ. നമ്മളപ്പോഴും കംഫർട്ട് സോണിൽ ഇവിടെ ഇരിക്കുകയാണ്. കംഫർട്ട് സോണിൽ ഇരിക്കാൻ നമ്മൾ ആരെ കൂട്ടുപിടിക്കുന്നത്? എക്സ്ക്യൂസസിനെ കൂട്ടുപിടിച്ച്, പലതിനെയും കൂട്ടുപിടിച്ച് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതേസമയം ആ ഒരു അൺകംഫർട്ടബിളിനെ ഇഷ്ടപ്പെട്ട് ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് അല്ലെ, ആ ഒരു അവസ്ഥയെ ഇഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവർ മാത്രമേ ഇന്റർമീഡിയറ്റിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളൊരു ജിമ്മിൽ പോവാന്ന് വിചാരിക്കുക അല്ലെ. ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2 ആഴ്ച നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലെ. ആ പെയിന് എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? വി ആർ ഗെറ്റിംഗ് സ്ട്രോങ് അല്ലെ. അതാണത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഏരിയ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പൊതുവെ ഇപ്പൊ നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു കോഴ്സ് എടുക്കാന്ന് വിചാരിക്കുക. നമ്മളൊരു അൺകംഫർട്ടബിൾ ഒരവസ്ഥയിലേക്ക് വന്നു, നമ്മൾ അതിനെ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആ ഒരു അൺകംഫർട്ടബിലിറ്റിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മൾ അതിനെ ഒരു ടാർഗറ്റ് ഉണ്ട് നമുക്ക് അല്ലെ. ഇപ്പൊ ഈ എൻക്വയറി നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ എൻക്വയറിയിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? എനിക്ക് നല്ല ഒരു ഫ്ലുവന്റ് സ്പീക്കർ ആവണം, അത് എന്റെ ആഗ്രഹത്തെക്കാട്ടിലും ആവശ്യമായി വന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെ. അതൊക്കെ എന്താണ്? കംഫർട്ട് സോണിലേക്ക് വീണ്ടും പോവാൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം നമ്മൾ ടാർഗറ്റ് അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും. അത് വില്ലനായിട്ട് വാളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്ത്? എക്സ്ക്യൂസസ്. അപ്പൊ അതിനെ അനുവദിക്കരുത്. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത്, നമ്മൾ എപ്പോഴാണോ അതിനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു കംഫർട്ട് സോൺ ഒന്ന് പുറത്തു വന്നിട്ട് ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുന്നോ, അവിടെ മാത്രമേ നമുക്കൊരു സക്സസ് ഉള്ളൂ. നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ അവിടുന്ന് നമുക്ക് റിനി നേരത്തെ പറഞ്ഞ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ ഇവിടുന്ന് വന്നതാണ്. ആ ഒരു അൺകംഫർട്ടബിളിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവാതെ ഇതെനിക്ക് വേണ്ടതാണ് എന്ന് വിചാരിച്ച് സ്വന്തം മനസ്സിനെ നമ്മൾ പറഞ്ഞ് പ്രോമിസ് ചെയ്ത് നമ്മൾ അവിടെ ഇരുത്തുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു മറന്ന കുറെ കാര്യങ്ങളുണ്ട്. ടാസ്കുകളിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാം. ബിക്കോസ് നമ്മളൊക്കെ മനുഷ്യരാണ് അല്ലെ. നമുക്ക് പുതിയൊരു കാര്യം ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ബ്രെയിനിന് ഇഷ്ടമല്ല. ബ്രെയിന് നിങ്ങൾ എന്ത് പുതിയ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പറയും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ടാസ്കുകളാണ്, പിന്നെന്താണ് കുറെ നേരം അതിൽ സ്പെൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ നീ നിന്റെ കംഫർട്ട് സോണിലേക്ക് തന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു നെഗറ്റിവിറ്റീനെ ബ്രേക്ക് ചെയ്യാൻ എപ്പോഴാണോ നിങ്ങൾ പഠിക്കുന്നത് അന്ന് നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നത് നിർത്തും. ഓക്കെ, ആ നെഗറ്റിവിറ്റി രാവിലെ തന്നെ തുടങ്ങും നമുക്ക്. ഓക്കെ, ഇത് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ തുടങ്ങും നമുക്ക്. അതെങ്ങനെ മാറ്റി വെച്ച് വേറെ എന്തിലേക്കെങ്കിലും ഒക്കെ നമുക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അപ്പൊ നമ്മൾ ആ ഒരു മൊമെന്റിനെ നമ്മൾ മാറ്റി എഴുതാൻ പഠിച്ചാൽ, ഓക്കെ, നമ്മളപ്പോ അങ്ങനെ എന്തിലേക്കെങ്കിലും ഈ ഒരു പഠിക്കാനുള്ള ഒരു കാര്യത്തിന് നമ്മൾ മാറ്റി വെച്ച് വേറെ എന്തിലേക്കോ തിരിയാണെന്ന്
നമ്മൾ കോൺഷ്യസ്ലി ചിന്തിച്ച് 1 2 3 പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് എണീക്കുക. ഞാൻ എന്റെ ബുക്ക് എടുത്തു, ഞാൻ വായിച്ചു. അതായത് ഞാൻ എന്റെ നെഗറ്റിവിറ്റീനെ ബ്രേക്ക് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക്, ഇത് എന്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും എനിക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ടാണ് ഞാനത് ജോയിൻ ചെയ്തത്. ഞാൻ ഫീ കൊടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ളത് അതിനാണ്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യത്തിന് എപ്പോഴും 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 നിങ്ങൾ നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ തന്നെ എടുക്കുക. അപ്പൊ അതിനാണ് ഒരു മെന്റർ എന്ന് പറയുന്നത്. ചില സമയത്ത് സെൽഫ് മോട്ടിവേഷനും വർക്കാവാത്ത ചില സാഹചര്യങ്ങൾ വരാതിരിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയിട്ട് ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണലി എല്ലാവരുമായിട്ടും എത്ര പേരാണോ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അത്ര പേരുമായിട്ടും നമുക്കൊരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവും. എല്ലാവരുടെ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. എന്താണ് അവരുടെ പ്രസന്റിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്താണ് അവരെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തത്. ഓക്കെ, അതിപ്പോ ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിൽ എന്തോ ഒന്ന് അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താന്ന് നമ്മൾ ആദ്യം ചോദിച്ചറിയാം. അപ്പൊ അവരതിനുള്ള കാരണം പറയും, ഇന്ന കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന കാരണമാണെന്ന് മനസ്സിലാക്കി അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താലാണോ മനസ്സിലാവുന്നത്, ഓക്കെ അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഇവിടെ ഉണ്ട്. ആ രീതിയിലാണ് ഇവിടെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. കാരണം എല്ലാവരും ഓരോ തരത്തിലുള്ള ആൾക്കാരാണ്, ഓരോരുത്തർക്കും ഓരോ IQ ആണ്, അല്ലെ? എല്ലാവരും ഒരേപോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമുക്ക് ബോറിംഗ് ഉണ്ടാകുന്നത്. ഓരോ ആൾക്കാരുടെയും ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജിന്റെ ഒരു ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ലെവലിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ഈസി ആവും, അവർക്കത് കംഫർട്ടബിൾ ആവും, അല്ലെ? അവരത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത്രയും ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഒരാളുണ്ടായിരുന്നു, മഞ്ജു. അവള് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഈ പറയുന്ന ലെങ്തി സെന്റൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ന് വെച്ചാല് മനസ്സിലാവുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോഴേക്കും അത് എനിക്ക് തെറ്റിപ്പോണു മാം, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജുവിന് തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതിന് മഞ്ജു കണ്ടെത്തിയ ഒരു മാർഗമാണ് ഏത് സെന്റൻസ് ആണ്, ചെറിയ സെന്റൻസ് ആണെങ്കിലും ലെങ്തി സെന്റൻസുകളാണെങ്കിലും അതിൽ വിഷ്വലൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്നുണ്ടാവും. നമുക്ക് ഓർത്തെടുത്ത് വിഷ്വലൈസ് ചെയ്യാൻ, ആ വിഷ്വലൈസേഷനിലൂടെയാണ് നമ്മൾ ആ ഒരു സെന്റൻസിനെ പറയുന്നത്. അപ്പോ അതിന് കുറെ ചിത്രങ്ങൾ വരച്ച്, അതിന് പാർട്ടായിട്ട് ചിത്രങ്ങൾ വരച്ച് ആ ചിത്രങ്ങളെ എണ്ണി പറഞ്ഞിട്ടാണ് മഞ്ജു ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളടുത്ത് ഉണ്ടാവും നമ്മുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ. അതൊരാൾ പറഞ്ഞു തരുന്നതായിരിക്കില്ല നമുക്ക് കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ലാംഗ്വേജിലേക്ക് പതുക്കെ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റുന്നത്, വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ ലാംഗ്വേജിലേക്ക് കടക്കുക. ഇവിടെ നമ്മൾ ഗ്രാമർ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. നമ്മൾ ഒരു കംഫർട്ട് സോണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പം നമ്മളൊരു 2 month കോഴ്സ് എടുക്കുകയാണ്. ആ ഒരു 2 month കോഴ്സ് എടുത്ത് നമ്മൾ ഒരു അൺകംഫർട്ടബിൾ ഒരു ലെവലിൽ ഇരുന്നുകൊണ്ട് അതിനെ സ്നേഹിച്ചു തുടങ്ങി നമ്മളൊരു ഒരു റിസൾട്ട്, ഇപ്പൊ റിനി പറയുന്ന ഒരു കോൺഫിഡന്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ തോന്നുക, നമ്മൾ സാധാരണത്തെ പോലത്തെ നോർമലായി നമ്മളൊരു കംഫർട്ടബിൾ സോണിൽ വന്നു, അല്ലെ? ഏത് സാഹചര്യത്തിലും കംഫർട്ടബിൾ ആവുക എന്നുള്ളത് എന്താണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ ചിന്തിക്കണം. ഇത് മതിയോ എനിക്ക് എന്നുള്ളത് ഒന്നും കൂടെ ചിന്തിക്കണം. അങ്ങനെയാണ് ഇന്റർമീഡിയറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിന് ശേഷം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാണ്. നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാണ്. നമ്മൾ ആ കംഫർട്ടബിൾ സോണിൽ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞ് വേറൊരു ഗോൾ അവിടെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ എന്തിലേക്ക് വരും, ഇന്റർമീഡിയറ്റിലേക്ക് വരും. ഇന്റർമീഡിയറ്റും ഇതുപോലെ തന്നെ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എവിടെയാണ്, ഇന്റർമീഡിയറ്റ് കോഴ്സിലാണ്, അല്ലെ? നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മറന്ന കാര്യങ്ങൾ ഉണ്ടാവാം. എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഒരു 2 month കോഴ്സ് കഴിയുമ്പോഴാണ്. ഓക്കെ, ചില ആൾക്കാർ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും, പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രാമർ പഠിക്കുന്ന സ്കൂളുകളിലാണല്ലോ, അവിടെ പഠിച്ചത് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സ്കൂളിൽ പഠിച്ചത് ഞാൻ റീകോൾ ചെയ്തെടുക്കണം കേട്ടോ എന്ന് പറയുന്നത്, അയ്യോ ഇതിന് ഇങ്ങനെയും പറയുമോ എന്ന് പല പല ചോദ്യങ്ങൾ നമുക്ക് നമ്മുടെ കോഴ്സിൽ നിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇങ്ങനെയല്ല മാം വിചാരിച്ചു വെച്ചിരുന്നത്, ഇത് ഇങ്ങനെയാണല്ലേ പ്രോപ്പർ ആയിട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇംഗ്ലീഷിന് അതിൻ്റെതായിട്ടുള്ള ചില റൂളുകളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ, അല്ലെ? ടെൻസുകൾ എത്തുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള ചില റൂളുകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും
നമ്മൾ എന്തായി, നേരത്തെ പറഞ്ഞ അതേ സോണിലേക്ക് നമ്മൾ വീണ്ടും എത്തി. അതിനെയും വീണ്ടും നമ്മൾ ബ്രേക്ക് ചെയ്ത്, നെഗറ്റിവിറ്റീനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത്, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ഇന്റർമീഡിയറ്റിന്റെ കോഴ്സും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വലുതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഈ ഒരു ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്തോ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. മേ ബി ആ ഒരു ലാംഗ്വേജിന്റെ പ്രത്യേകതയാണോ, അതോ നമ്മൾ അതിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ, അതോ അതിന്റെ ഒരു ആവശ്യകത കൂടിയതുകൊണ്ടാണോ, അറിയില്ല. എന്തുകൊണ്ടോ ഈ ഒരു ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഒരു ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ വീണ്ടും ആ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും പഠിക്കാമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് ആ ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്ത് എന്താണ്, നമ്മൾ ആ ഫിയറിനെയാണ്. ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഫിയർ എന്ന് പറയുന്നത് സൈൻ ഓഫ് ഗ്രോത്ത് ആണ് അല്ലെ? അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തുകയാണ്. ഈ കോൺഫിഡൻസ് ലെവല് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്നതാണോ? അല്ല. ട്രെയിനിൽ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, ആ കോൺഫിഡൻസ് ലെവൽ എവിടെയാണ് ഉണ്ടായത്? ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അപ്പ് ചെയ്യുന്നത് അല്ലേ, നമ്മളെ തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ആവുമ്പോഴാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മളെ നോളജ് നിന്നാണ്. നമ്മൾക്ക് ക്ലാരിറ്റി കിട്ടി നമ്മൾ ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ തെറ്റിയെന്ന് ഇനി ഞാൻ തിരിച്ചറിയുമ്പോ എനിക്കത് തിരുത്താനും കൂടെ പറ്റും അല്ലെ? അതിനാണ് നിങ്ങളുടെ നോട്ട് വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ? അത് നമ്മുടെ ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നോട്ട് ക്ലിയർ ആയിരിക്കണം, പിന്നെന്താണ് ആക്ടിവിറ്റീസ് അല്ലെ? ഭൂരിഭാഗം ഇതിൽ വരുന്നവരൊക്കെ പാരൻസ് ആണ്. അപ്പോ എനിക്കറിയാം പാരൻസിന് എത്രത്തോളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ് എന്നുള്ളത്. ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാരെ എനിക്ക് പ്രത്യേക ഒരു കെയറിംഗ് ആണ്. എന്താന്ന് വെച്ചാല് ഈ ഒരു നോട്ട് അവര് നല്ല ഭംഗിയായിട്ട് എഴുതണം എന്ന് ഞാൻ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളർഫുൾ ആയിട്ടോ സ്കെച്ചൊക്കെ വെച്ചിട്ടോ വരച്ചിട്ടോ എന്തെങ്കിലും ആ ഒരു നോട്ട് ബുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് ഞാൻ അവരോട് പറയാനുള്ള കാരണം, നാളെ അവരുടെ മക്കള് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നോട്ട്ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മനസ്സിലാവാൻ പാകത്തിനായിരിക്കണം നിങ്ങളുടെ നോട്ട് ബുക്ക് എന്ന് ഞാൻ അമ്മമാരോട് പ്രത്യേകം പറയാറുണ്ട്. ഓക്കെ, അത് നല്ലൊരു റെഫറൻസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് എന്താണ്? നമ്മളുടെ നോളജ് ആണ് അല്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലേ അല്ലേ? ഞാൻ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ നിങ്ങള്? യെസ് മാം, യോജിക്കുന്നുണ്ട്. താങ്ക് യു. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. യെസ്, താങ്ക് യു. സോ നമ്മളുടെ ഒരു ഗോളിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു സക്സസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? അപ്പൊ നമ്മളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് സക്സസ് ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. എവിടെ? യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിന്റെ പുറത്താണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് നിങ്ങൾ പതിയെ എത്തുക എന്നുള്ളതാണ്. അതിന്റെ അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? തീർച്ചയായിട്ടും അത് നിങ്ങളുടെ തന്നെയാണ് അല്ലെ? ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ നമ്മള് ഫിയറിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മള് എന്താ പറയുന്നത് എക്സ്ക്യൂസസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? നമ്മളൊരു അൺകംഫർട്ടബിൾ ഒരു പ്ലേസിൽ ഇരിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഇതിനൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? സെൽഫ് ബിലീഫ് ആണ് അല്ലെ? നമ്മുടെ ഒരു സെൽഫ് ബിലീഫ് ആണത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലേക്ക് കോഴ്സ് കഴിഞ്ഞപ്പോ ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാതെ ഇന്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞപ്പോ എനിക്ക് എന്തായി? ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡായി. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെയും ഞാൻ ഗോൾ സെറ്റ് ചെയ്യാണ്. എന്തായിരുന്നു? IELTS എടുക്കുക എന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് ആണെന്ന് എനിക്കറിയാം. കാരണം അവിടെ സംസാരിക്കുന്നത്
ഒരു നേറ്റീവ് സ്പീക്കറാണ്, അല്ലെങ്കിൽ നേറ്റീവ് സ്പീക്കറിനെ പോലെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. നേറ്റീവ് സ്പീക്കർ എങ്ങനെയാണോ സംസാരിക്കുക അതുപോലെയാണ് അവർ സംസാരിക്കുക. അപ്പൊ നമ്മൾ ഫീസ് കൊടുത്ത് നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ആദ്യം പറഞ്ഞൊരു ഫിയർ ആണ് ആദ്യം വരിക നമുക്ക്, അല്ലെ? ഞാനിതിനെ എങ്ങനെ ഈ ഒരു ലാംഗ്വേജിൽ, അത് ആക്സെന്റ് എല്ലാം ഡിഫറെന്റ് ആണ് അവിടെ, അത് വെക്കാബുലറി യൂസ് ചെയ്യുന്നതൊക്കെ ഡിഫറെന്റ് ആണ്. അഡ്വാൻസ്ഡ് വെക്കാബുലറി മാത്രമാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ എവറിത്തിങ് ഇസ് ചേഞ്ച്ഡ്. അപ്പൊ എനിക്ക് ആ ഒരു ഫിയർ ഉണ്ടായി. അപ്പൊ എന്റെ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് നിങ്ങളെ എത്രത്തോളാണ് നിങ്ങൾക്ക് പറ്റാത്ത, നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഫേസിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇടുന്നത്, അവിടെ കൊണ്ടുപോയി നിങ്ങൾ എത്തിക്കുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ എബിലിറ്റി, നിങ്ങളുടെ ഒരു എന്താണോ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, ഇതുവരെ നിങ്ങൾ എന്താണോ പഠിച്ചത്, അതൊക്കെ നമുക്ക് അവിടെയാണ് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ ഒരു കാലിബർ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണ്. അവിടെ നമ്മൾ പയറ്റും, നമ്മളെ തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ബെറ്റർ വേർഷനെയാണ് നമ്മളവിടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കംഫർട്ട് സോണിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കംഫർട്ട് സോണിൽ ഞാൻ നിന്നിരുന്നെങ്കിലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇന്റർമീഡിയറ്റിന്റെ കംഫർട്ട് സോണിൽ ഞാൻ നിന്നിരുന്നെങ്കിലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാണ്. അവിടെയാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും, നമ്മുടെ ഒരു ബെറ്റർ വേർഷനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല. അൺകംഫർട്ടബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, ഐ എം ഡൂയിങ് സംതിങ് ന്യൂ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് നിങ്ങൾ എപ്പോഴും എന്താണ്, ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവുക എന്നുള്ളത്. ലാംഗ്വേജ് പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ആ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനാണ് സാറ് നേരത്തെ പറഞ്ഞ 40 ക്ലാസ്സുകൾ, ആക്ച്വലി 42 ക്ലാസ്സുകളുണ്ട്. ഈ ഒരു 42 ക്ലാസ്സുകൾ മൺഡേ ടു ഫ്രൈഡേ 1 hour വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് എടുക്കാനുണ്ടാവും. അത് ഈ കണ്ടിന്യൂറ്റി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബേസിക് കോഴ്സിൽ വരുന്നവരൊക്കെ എന്താണ്, ആ ഒരു കണ്ടിന്യൂറ്റി പോയാൽ അവർക്ക് ആ ഒരു കണക്ഷൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്ത്, അങ്ങനെ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണമാണ് ആ കണ്ടിന്യൂറ്റി നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്ത് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടുമ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ചെയ്തെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഈ ഒരു 2 month കോഴ്സ് റിനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളൊന്ന് ബാക്ക് അടിക്കുന്ന ഒരു സംഭവമാണ് ടെൻസുകൾ എന്ന് പറയുന്നത്, അല്ലെ? ടെൻസുകൾ. അതിന്റെ മുമ്പ് നമ്മൾ ഈ ടെൻസുകളെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി നമ്മൾ ഒരുപാട് ടെൻസുകളെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ടെൻസസ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല, ഒരു ബേർഡൻ ആയിട്ട് തോന്നില്ല. എല്ലാം കൂടി നമുക്ക് ഒരു സ്ട്രെസ്സിൽ പറഞ്ഞു തീർക്കുമ്പോഴാണ് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ഇത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെ? 42 ക്ലാസ് എന്ന് പറയുമ്പോഴേക്കും കുറവല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ആ സ്ലോവിലി നമുക്ക് ആ ഒരു എൻട്രി ചെയ്യാനുള്ള, നമുക്കൊരു ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമ്മളവിടെ തരുന്നത്, അല്ലെ? അപ്പൊ ഒരു സെൽഫ് ബിലീഫ്. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു കാര്യം, അതായത് ഈ പറയുന്ന ഒരു കംഫർട്ട് സോണിലേക്ക് പോകാൻ ആസ് എ ഹ്യൂമൻ എല്ലാവർക്കും തോന്നുന്ന ടെൻഡൻസിയാണ് ഈ ഒരു കംഫർട്ട് സോണിലേക്ക് പോകുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ, നമുക്കത് തരുന്ന, നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സക്സസ് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്ലുവൻസി കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ ഓഫ് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ എങ്കിൽ നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേസമയം ഇതുപോലെ തന്നെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും അങ്ങോട്ടായിരിക്കും ഒരു ചായ്വ്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് കംഫർട്ട് സോണിൽ ഇരിക്കാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളവരെ അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്സിന്റെ കൂടെ നിങ്ങൾ ഇരിക്കുക. അതാണ് ഇതിൽ ഏറ്റവും നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ, നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ കംഫർട്ട് സോണിൽ എത്തിയത്, എക്സ്ക്യൂസസ് ഞാൻ പറയുന്നത്
കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ എപ്പോഴും ചോദിക്കുക. അല്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇടയ്ക്കിടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുക. എന്ത് തോന്നുകയാണെന്നുണ്ടെങ്കിലും പറയുക. ഓക്കെ, അവിടുന്ന് മാത്രമാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. അത് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇത് ഓരോ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതെന്താണ്ടാ, നമ്മളിതൊരു ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്രോച്ചബിൾ ആണ്. ഓക്കെ, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു വോയിസ് ഇടാം, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പറയാം. അതിനുള്ളൊക്കെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ വിംബിൾ അക്കാഡമി, ഫൈസൽ സാറ് അല്ലെ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന, ആർക്കും നമുക്ക് ആരോടും ഒരു എന്താ പറയണ്ടേ, ഒരു പുതിയ ഒരു ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് തോന്നുകയില്ല. എല്ലാവരും ഒരുപോലെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾക്ക് അല്ലെ, നമ്മൾ മലയാളികൾക്ക് ഏത് ഭാഷയും പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഇല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? യോജിക്കുന്നുണ്ടോ ഞാൻ പറയുന്നതിനോട്? അതെ ശരിയാണ് അതെ മാഡം. എന്താ വെച്ചാൽ ചൈനയിൽ പോയപ്പോ അതെ, ചൈന പഠിക്കുന്നു, സൗദി അറേബ്യ പോയപ്പോ അറബി പഠിക്കുന്നു. ഇതൊക്കെ യെസ് യെസ് മലയാളികളാണ്. യെസ്, അതെ അതെ അതെ. അത് നമുക്ക് മലയാളത്തില് അത്രയും വാക്കുകൾ സ്പെസിഫൈ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഷാ എന്ന് പറയാനും ഷാ എന്ന് പറയാനും അല്ലെ, ഹാ എന്ന് പറയാ, എല്ലാത്തിനും നമുക്ക് ഓരോരോ അക്ഷരങ്ങൾ ഇവിടെ ഴ എന്ന് പറയാനും രാ എന്ന് പറയാനും റാ എന്ന് പറയാനും എല്ലാ അക്ഷരങ്ങളുണ്ട് അല്ലെ. അത് പറഞ്ഞ് ശീലിച്ച് നാവ് വഴങ്ങിയ നമുക്ക് ഏത് ഭാഷയും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ആ ഒരു മലയാളം പറഞ്ഞ് ശീലിച്ച ഒരാൾക്ക്, ഇപ്പൊ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തമിഴ്നാട്. ഞാൻ പഠിച്ചതും ഞാൻ പറഞ്ഞ് ശീലിച്ചതും എൻ്റെ നെയ്ബേഴ്സും എൻ്റെ കൂട്ടുകാരും എല്ലാം തമിഴ് സംസാരിക്കുന്നവരായിരുന്നു. ആ തമിഴ് സംസാരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ മലയാളം സംസാരിക്കൽ നിർബന്ധമായിരുന്നു. ആ മലയാളം പറഞ്ഞ് ശീലിച്ച് എനിക്ക് ഏത് ഭാഷയും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ തമിഴിലൊക്കെ സ എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ. അത് ഷാന്നായിട്ടും ഷാന്നായിട്ടും ചാന്നായിട്ടും ഉപയോഗിക്കണം. അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അത് മനസ്സിലാക്കി പഠിക്കണം തമിഴില്. ഓക്കെ, അതുപോലെ തന്നെ അത് പിരിച്ച് എഴുതുക. ഒരു ഉദാഹരണം പറയാച്ച, അപ്പൊ സന്ധ്യ എന്ന് എഴുതുക. അപ്പൊ എൻ്റെ പേര് സന്ധ്യ, സ ഇന്ത് തീ യ, അങ്ങനെയാണ് തമിഴിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഓരോ ഭാഷയ്ക്കും അതിന്റെ പെക്യുലാരിറ്റീസ് ഉണ്ട് അല്ലെ. അതാണ് ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്കും അതിന്റെ പെക്യുലാരിറ്റീനെയാണ് നമ്മളിവിടെ ഓരോ ക്ലാസ്സുകളിലും അനലൈസ് ചെയ്ത് ഓരോ ക്ലാസ്സുകളിലും പറഞ്ഞു പഠിക്കുന്നത്. കാരണം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ അല്ലെ, നമ്മളുടെ പുതിയൊരു ലാംഗ്വേജ്, ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ എല്ലാ ലാംഗ്വേജസിലും നമ്മളുടെ മൗത്ത് മസിൽസ് ഫങ്ഷൻ ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. എല്ലാ ലാംഗ്വേജിലും ഒരുപോലെ അല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്. തമിഴ് പറയുമ്പോൾ അതിന്റെ രീതിക്ക്, ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന്റെ രീതിക്ക്, മലയാളം പറയുമ്പോൾ അതിന്റെ രീതിക്ക്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം നമ്മൾ ആദ്യം ശരിയാവേണ്ടത് എന്താണ്? നമ്മളുടെ മൗത്ത് മസിൽസിന് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളുടെ ഈ ഒരു പ്രാക്ടീസ്. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ, ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ ഉണ്ട്, അതിന്റെ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലിപ്പ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ. മലയാളം സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്? മലയാളത്തിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നാവിട്ട് ഇങ്ങനെ അടിക്കണം നമ്മൾ അല്ലെ, നാവ് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതേസമയം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴോ അങ്ങനെയല്ല, അത് സംസാരിക്കുന്നവർക്ക് അറിയാം അല്ലെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അതിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. അതിന്റെ ഒരു ഒതന്റിസിറ്റി ഉണ്ട്. ഏത് ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഒതന്റിസിറ്റി ഉണ്ട്. നമ്മൾ അതിനെയാണ് കീപ്പ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ആ ലാംഗ്വേജിന്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം, അതിന്റെ ഒരു റിതം മനസ്സിലാക്കണം അല്ലെ, അതിന്റെ ഒരു സൗണ്ട് മനസ്സിലാക്കണം അല്ലെ, അതിന്റെ ഒരു എന്താ പറയണ്ടേ, അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കണം. എന്നാലേ അത് നല്ലൊരു ലാംഗ്വേജ് ആവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് ഈ തമിഴും അല്ല മലയാളവും അല്ല ഇംഗ്ലീഷും അല്ലാതെ ഒരു ഭാഷയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടില്ല
അല്ല ഇത് എന്താ പറയണേന്ന് വിചാരിക്കും. ഞാൻ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ഇംഗ്ലീഷ് നിങ്ങൾ എത്രത്തോളം ആ ഭാഷയുടെ ഒതന്റിസിറ്റി കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അതോ നമ്മളൊരു ബ്രോക്കൺ ഇംഗ്ലീഷ് ആണോ പറയേണ്ടത്? ബ്രോക്കൺ ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് ലാംഗ്വേജിൽ സംസാരിക്കുകയാണെങ്കിൽ തെറ്റിയ പ്രശ്നമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങാനും ഒരു സെന്റൻസ് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ കളിയാക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒന്നും അറിയണ്ടാവില്ല. എന്നാലും ഇംഗ്ലീഷ് തെറ്റിക്കഴിഞ്ഞാൽ എന്തോ ഒരു അപരാധം പോലെയാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ എന്ന് ചോദിക്കും, അല്ലേ? അപ്പൊ അതൊരു എന്തോ ഒരു പാതകമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്, അല്ലെ? അപ്പോ നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷ, അത് ഏത് ഭാഷ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു സസ്റ്റൈനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒതന്റിസിറ്റി നമ്മൾ അതിനെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, അല്ലെ? ഈ ഒരു ലാംഗ്വേജ് ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം ഇത് വളരെ പൊളൈറ്റ് ആണ്. ഈ ഒരു ലാംഗ്വേജ് ഭയങ്കര പൊളൈറ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൽ പറയുന്ന വാക്കുകൾ, അല്ലേ, നമ്മൾ ഉപയോഗിക്കും. അത് ഏത് ഫോറിൻ കൺട്രീസിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരിടയിൽ നമ്മൾ പോയാലും നമുക്ക് എന്താണ്, നമ്മൾ ഇംഗ്ലീഷിലെ പൊളൈറ്റ് വേർഡുകളില്ലേ, എക്സ്ക്യൂസ് മീ, അല്ലെ, കൻ ഐ സിറ്റ് ഹിയർ, സോറി, പ്ലീസ് എന്ന് പറയുന്ന കുറേ വാക്കുകളുണ്ട് നമുക്ക്, പൊളൈറ്റ് വേർഡ്സ്. നമുക്കതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു ലാംഗ്വേജ് നമ്മളൊരു ഒരു ഒരു ഹ്യൂമാനിറ്റിയെ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെ? വളരെ സട്ടിലാണ്, അല്ലെ? ഞാൻ ഒരാളോട് can I sit here എന്ന് ചോദിക്കാം, may I sit here എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോദിക്കുമ്പോൾ അവിടെ എന്താണ് ഒരു കൈൻഡ്നെസ്, ഒരു കെയറിങ്, അല്ലെ? അറിയാത്തൊരാളോട് നമ്മൾ സ്പ്രെഡ് ചെയ്യാണ് ആ ഒരു കൈൻഡ്നെസ്. അപ്പൊ ഈ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി കൂടെ ഉണ്ട്. അപ്പോ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഭാഷ നമ്മൾ പഠിപ്പിക്കണം. ഈ പറയുന്ന പൊളൈറ്റ് വേർഡ്സ് ഉപയോഗിച്ച് തന്നെ അവരോട് നമ്മൾ സംസാരിക്കണം, അല്ലെ? കുറച്ചും കൂടെ ഒരു നൈവ് ആവാനും, കുറച്ചും കൂടി ഒരു ഈഗോ ഇല്ലാതെ ആൾക്കാരോട് പെരുമാറാനും, അടുത്തിരിക്കുന്നവനെ കൺസിഡർ ചെയ്യാനും, അടുത്തിരിക്കുന്നവനെ കെയർ ചെയ്യാനും ഈ ഒരു ഭാഷ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഭാഷകൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഏത് കാര്യത്തിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കുക. ഓക്കെ, ഈ ഒരു ഗിവപ്പ് ഞാൻ ചെയ്യില്ല, ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ലാസ്റ്റ് ക്ലാസ് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്ത് ഞാൻ ഇതിലേക്ക് എൻട്രി ചെയ്യാം. അതാണ് വേണ്ടത് എന്ത് കാര്യത്തിനോടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ട്, നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ബാച്ചിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ടൈം എപ്പോഴാ? സോറി, ടൈം ഏത് സമയത്തായിരിക്കും? ആഫ്റ്റർനൂൺ 2 to 3 ആണ് നമ്മുടെ ബേസിക് കോഴ്സിന്റെ ടൈം എന്ന് പറയുന്നത്. ആഫ്റ്റർനൂൺ 2 to 3. പിന്നെ 5:30 to 6:30 നമുക്ക് ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സും വരുന്നുണ്ട്. സോ താങ്ക് യു സ്മിത. സാർ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ വേണു സാർ. സന്ധ്യാജി, ഹലോ, കേൾക്കാമല്ലോ? കേൾക്കുന്നു സാർ, പറഞ്ഞോളൂ. ഞാനൊരു ബിഹേവിയറൽ സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഞാൻ ഈ ടോപ്പിക്, ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടോപ്പിക് കംസ് അണ്ടർ ബിഹേവിയറൽ സയൻസ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഇൻട്രസ്റ്റ്, ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി വന്നു. ഞാൻ ആദ്യം ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം പറയട്ടെ സന്ധ്യാജി. യു ആർ വെരി ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ കേട്ടോ. ഐ ആം റിയലി ഇംപ്രസ്ഡ് കേട്ടോ. നന്നായിട്ട് യു ആർ എ വെരി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈവൻ ആ മലയാളത്തിൽ എത്ര ഇതുണ്ടെന്നുള്ളതൊക്കെ, അതായത് സാ 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 ചാ ഷാ എന്നൊക്കെ ഉള്ളതൊക്കെ, അതെല്ലാം 100% കറക്റ്റാണ്. അതേപോലെ പൊളൈറ്റ്നെസ്,
ലാംഗ്വേജിൽ. ഇവിടെ ഞാൻ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ലാംഗ്വേജ് എത്ര പൊളൈറ്റ് ആണെന്നുള്ളതിനൊക്കെ. ഇവിടെ പ്ലീസ് ചേർക്കാതെ മിക്കപ്പോഴും ഒരു കാര്യം പറയാറില്ല. അല്ലേ? നമ്മുടെ അവിടെ നേരത്തെ ഇത് എനിക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എല്ലാം ഒരു ഓർഡറാണ്. ഇവിടെ കുഡ് യു പ്ലീസ് ഗെറ്റ് മീ. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഈ വാൾമാർട്ടിൽ മറ്റേ ചെന്ന് അവിടെ ബില്ല് പൈസ കൊടുക്കും. ഉടനെ താങ്ക് യു, പ്ലീസ്, താങ്ക് യു. അത് ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ പാർട്ട് ഓഫ് കൾച്ചറാണ്. എനിവേ ദാറ്റ് ഈസ് ഐ എം റിയലി ഇംപ്രസ്ഡ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുഡ് യു പ്ലീസ് ഷെയർ യുവർ കോൺടാക്ട് നമ്പർ. ഞാൻ ഒരു ട്രെയിനിങ് ഓഫർ ചെയ്യാറില്ല. ഞാൻ ഒരു ട്രെയിനിങ് ഓഫർ ചെയ്യുന്നില്ല. അത് കാരണം ഇഫ് യു ഫീൽ കംഫർട്ടബിൾ നിങ്ങളുടെ ആ നമ്പർ ഒന്ന് ആ ചാറ്റ് ബോക്സിൽ ഇടാമോ? റൈറ്റ്, ഓക്കെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഈ ഇരിക്കുന്ന ഇന്ന് വന്നിട്ടുള്ള ഇപ്പോൾ കേൾക്കുന്ന ഒരു 20 പേരുണ്ടെങ്കിൽ ഞാൻ മിക്കവരും ഞാൻ എൻഡോഴ്സ് ചെയ്യാറില്ല. എൻഡോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോണം കൊള്ളാന്ന് പറയത്തില്ല. പക്ഷേ ഈ ഇതിൽ ഞാൻ ഇത്രയും കേട്ടത് ഞാൻ തുടക്കം മുതൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഐ വിൽ സ്ട്രോങ്ലി എൻകറേജ് ഇതിൽ ഉള്ളവർക്ക് ഈ ഒരു സന്ധ്യാജിയുടെ ഈ ഇതിന് പോകണം. നിങ്ങൾ ഇഫ് യു റിയലി വാണ്ട് ടു നിങ്ങളുടെ ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ സ്കില്ല് ആൻഡ് ദി കോൺഫിഡൻസും കോമ്പീറ്റൻസും വളർത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചേരുക. ആൻഡ് ദി ഫീ ഈസ് നെഗ്ലിജിബിൾ. അവർ പറയുന്നത് വെച്ചാൽ ഇത്രയാണ്, 2 മാസത്തിന് വെറും 2000 രൂപ. മിക്കവരും ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ അമേരിക്കയിലാണെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അവിടെ ട്രിവാൻഡ്രത്ത് അവിടെ ലുലു മാളിൽ ചെന്നിട്ട് ഒരാഴ്ചയിൽ ഒരു 3 പേര് ചെന്നിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിന് എൻ്റെ 2000 രൂപ കൊടുക്കുകയാണ്. ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞാണ് കഴിച്ചതിന് 2000 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ. ഇതിന് ഒരു 2 മാസത്തെ നിങ്ങളുടെ ഇന്റലക്ച്വൽ ഇതിനെ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന 2000 രൂപ ചെലവല്ല. ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, താങ്ക് യു. സന്ധ്യാജി ഒന്ന് നമ്പർ ഇട്ടേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട്? നമുക്ക് 8 മണിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു പുട്ട് ദി നമ്പർ. ഓക്കെ, പ്ലീസ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു 2 to 3 ആണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ബാച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ആൻഡ് സെക്കൻഡ് ബാച്ചിന്റെ നമ്മൾ പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ട് സാറ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കോഴ്സിനെ ബേസ് ചെയ്തിട്ട്? മാഡം കേൾക്കുന്നുണ്ടോ? യെസ് സാർ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ സൗദി അറേബ്യ എന്നാണ്. എല്ലാവരും ഓക്കെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ശരി, പറഞ്ഞ പോലെ നമ്മൾക്ക് ഇതില് പിന്നെ ബേസിക് അല്ലാതെ നമ്മൾക്ക് സെക്കൻഡ് എന്താ ഇന്റർമീഡിയറ്റ് അങ്ങനെ എന്താന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ എൻ്റർ ആവാൻ പറ്റുമോ? ഡയറക്റ്റ് എൻ്റർ ആവാൻ പറ്റുമോ? ഇന്റർമീഡിയറ്റിന്റെ കോഴ്സ് നമ്മൾ ഇപ്പോ 2 to 3 നമ്മള് 5:30 to 6:30 നമ്മൾ ഈ ഒരു 2 month ബാച്ച് കഴിഞ്ഞവരുണ്ടല്ലോ, അവർക്കാണ് 5:30 to 6:30. ഇനി സാർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് പുതിയൊരു ക്ലാസ് നമ്മൾ തുടങ്ങും. അത് നമ്മൾ പുതിയൊരു പോസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും സാർ. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് ഭാഷയൊക്കെ ഒരു ബേസിക് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ കുറെ കാലമായിട്ട് വിദേശത്തൊക്കെ ആയിട്ട്. അപ്പോ ഒന്നും കൂടെ നമുക്കൊരു പ്രാക്ടീസ് മതിയായിരിക്കും. നമുക്ക് ഈ ഒരു ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഓവറോൾ ഓക്കെ ആയിരിക്കും. പിന്നെ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ നമുക്കിപ്പോ നമ്മളൊരു എക്സാം എഴുതാനൊന്നും അല്ലല്ലോ പോകുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ചെറിയ മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഓവറോൾ നമുക്ക് ഒരാളോട് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫേസ് ടു ഫേസ് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമ്പോ തന്നെ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ആയി. നമ്മളിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇത്
ഒരു 100 പേരിരിക്കുന്ന ഒരു സദസ്സിനോട് സംസാരിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ അതായത് മുന്നിൽ എത്രയും പേര് ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ആ ഓക്കെ ഒരു ഫിയർ ഓക്കെ നമുക്ക് ആദ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടും. അതാണ് ഈ ഒരു എന്താണ് നമ്മൾ ഫേസ് ടു ഫേസ് നമ്മളൊരു കാര്യം പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതെ 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 മാഡം. അപ്പൊ ഫൈസൽ സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഓക്കെ. പറഞ്ഞു വെച്ചാൽ മതി. നമുക്ക് ഇന്റർമീഡിയറ്റ് കോഴ്സ് തുടങ്ങുമ്പോൾ സാറിനെ അവർ കോൺടാക്ട് ചെയ്തോളും. കാരണം നമ്മൾ 1-2 ഇതിൽ ഞാൻ ആൾറെഡി എൻറോൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും മറ്റ് കോഴ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. ഓക്കെ സാർ, അതൊക്കെ CBT മറ്റ് വിംബിൾ സൈക്കോളജി അക്കാഡമിയിൽ കോഴ്സുകൾ. ജോയിൻ ചെയ്ത്. യെസ് സാർ, ഓക്കെ 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 മാഡം, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മൾ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങല് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഞാനൊരു 3-4 കോഴ്സുകൾ ചെയ്ത് ക്ലാസ്. അത് ശരിയാണ്. കാരണം ഒന്ന് നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഫീ കുറവാണ്. എല്ലാവർക്കും എപ്പോഴും ജോയിൻ ചെയ്യാം. പിന്നെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫാക്കൽറ്റീസ് ആണ്. എല്ലാവരും കഴിവുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പോ അമേരിക്കൻ സായിപ്പ് പറഞ്ഞ പോലെ സായിപ്പല്ല ഇപ്പൊ വന്ന ആള് അയാളാവോ? അല്ല, അയാളാവോ നമ്മളെ നാറ്റീവ് സ്പീക്കർ അല്ലല്ലേ? നിങ്ങൾ അല്ല, അവരാരാന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. നമ്മളവര് നിങ്ങളെ പോലെ തന്നെ ജോയിൻ ചെയ്തവരാണ്. അവര് പറഞ്ഞ പോലെ അല്ലേ, അവര് പറഞ്ഞ പോലെ നിങ്ങളെ പ്രസന്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കേട്ടിരുന്നത്. എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ശൈലി കൊണ്ട് വന്നിരുന്നതാണ്. ഓക്കെ മാഡം. താങ്ക് യു സർ, താങ്ക് യു ഫോർ എ കോംപ്ലിമെന്റ് സർ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 8 മണിക്ക് വേറൊരു സെഷൻ ഉണ്ട്. ഹലോ മാം. ഓക്കെ അല്ലേ? പറഞ്ഞോളൂ മാം. ഇതിന്റെ ഫീസ് അടയ്ക്കാനുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ? ഇട്ടിട്ടുണ്ടായിരുന്നു മാം. അത് ഇനിയും നാളെ ഒന്നും കൂടെ റിവീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ആ വിംബിൾ സോൺ എന്നുള്ള നമ്മൾക്ക് എല്ലാ പോസ്റ്റേഴ്സും അവൈലബിൾ ആയിട്ടുള്ള വിംബിൾ സോൺ ഉണ്ടല്ലോ, അതിൽ വരും, ഈ പോസ്റ്റർ വരും കേട്ടോ. നേരത്തെ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മാം, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ മാം, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാണേ. താങ്ക് യു ഓൾ, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു സർ, താങ്ക് യു.